നാളെ മുതൽ സിനിമയുടെ ഉത്സവം തിരുവനന്തപുരത്ത് തുടങ്ങുകയാണ്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയാണ് മുഖ്യ അതിഥിയായി എത്തുന്നത്. നാളെ മുതൽ 20 വരെ തലസ്ഥാനത്തിന് കാഴ്ചയുടെ ഉത്സവം. 15 തിയേറ്ററുകളിലായി 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും, മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ 12 ചിത്രങ്ങളും, ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകൾ ഉൾപ്പെടുത്തി. അന്താരാഷ്ട്ര മേളകളിൽ പ്രേക്ഷകപ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ആണ് ഇത്തവണത്തെ മറ്റൊരാകർഷണം. 13,000-ൽ പരം ഡെലിഗേറ്റുകൾ പങ്കെടുക്കുന്ന IFFKയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. നമ്മൾ ഈ 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണ്. അപ്പോൾ 13-ാം തീയതി നിശാഗന്ധിയിൽ ആദരണീയനായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ മേളയ്ക്ക് തിരിതെളിക്കും. അതോടുകൂടി ഈ 20-ാം തീയതി വരെയുള്ള ഈ ഫെസ്റ്റിവൽ ദിനങ്ങൾ ആരംഭിക്കുക. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ അതുല്യ പ്രതിഭ ഷബാന ആസ്മിയെ മുഖ്യമന്ത്രി ആദരിക്കും. അഭിനയരംഗത്ത് 50 വർഷം തികയ്ക്കുന്നതിനാണ് ആദരം. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക ആൻ ഹുയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം സമ്മാനിക്കും. വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വാൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഉദ്ഘാടന ചിത്രം. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് ആദരമർപ്പിച്ച സ്മൃതിദീപ പ്രയാണം ഇന്ന് നടക്കും. 24 തിരുവനന്തപുരം. അതില് എനിക്കുള്ളൊരു സന്തോഷം എന്താണെന്നറിയോ? അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസമാണ് ഈ ഗോൾഡൻ ഗ്ലോബിനെ കുറിച്ച് പറഞ്ഞത്. ഗോൾഡൻ ഗ്ലോബിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു ചിത്രമുണ്ട്. അത് നമ്മുടെ മലയാളികൾക്കും കൂടി അഭിമാനിക്കാവുന്ന കന്നി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച ചിത്രമാണ്. എന്താണ് പറയാ, അത് ഏറ്റവും രസകരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിന്റെ സംവിധായിക പായൽ കപാടിയ കേരളത്തിലേക്ക് വരുന്നു. ഡിസംബർ 20-ാം തീയതി IFFKയുടെ ഭാഗമായിട്ട് അവർക്ക് സ്പിരിറ്റ് ഓഫ് ദ സിനിമ എന്ന ഒരു പുരസ്കാരം സമ്മാനിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. അതിനായി പായൽ കപാടിയ ഇവിടത്തേക്ക് വരുമ്പോൾ അത് IFFK വേദിയിലെത്തുമ്പോൾ അത് അവർക്കുള്ളൊരു ആദരവാണ്, നമുക്കും സന്തോഷം. കാരണം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഗോൾഡൻ ഗ്ലോബിലേക്ക് ഒരു സംവിധായക നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അത് പായൽ കപാടിയാണ്.